സ്വന്തം രാജ്യത്തിൽ ജനങ്ങൾക്ക് നാഴിയരിക്ക് വകയില്ലെങ്കിലും ലോകത്തിന് മുന്നിൽ ആദർശം വിളമ്പുന്നതിൽ പാകിസ്ഥാൻ എപ്പോഴും മുൻപന്തിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഇട്ട് നൽകിയ കെണിയിൽപ്പെട്ട് ശരിക്കും തൃശങ്കൂൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. എന്നാൽ ഇതൊന്നും പുറത്തു കാണിക്കാതെ വലിയ ഡയലോഗുകളുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഒരു കെണി പാകിസ്ഥാനെ വെട്ടി വീഴ്ത്തുമോ? നോക്കാം. പാക് വാർത്താ ചാനലായിട്ടുള്ള സമ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് തങ്ങളുടെ വലിയ ആദർശം വാരി വിതറിയത്. ആശയങ്ങളുമായി ഒത്തുപോകാൻ കഴിയാത്ത ഒരു കരാറിലും പാകിസ്ഥാൻ ഒപ്പുവെക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഗീർവാണം. ഒരു ദിവസം പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായി എങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുമെന്നാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ മന്ത്രി ചോദിക്കുന്നത്. സ്വന്തം പാസ്പോർട്ടിൽ പോലും ഇസ്രയേലിന്റെ പേര് ഉൾപ്പെടുത്താത്ത ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണെന്നൊക്കെ അദ്ദേഹം അഭിമാനത്തോടെ തട്ടിവിടുന്നുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഇത്രയും വീരവാദം മുഴക്കിയ ശേഷം മന്ത്രി പറയുന്നത് ഇതെല്ലാം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ്. അമേരിക്കയുടെ വടി മേടിച്ചിട്ടാകാം ഈ വിഷയത്തിൽ പാക് സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. തികഞ്ഞ ഇസ്രായേൽ വിരുദ്ധരും കടുത്ത പലസ്തീൻ അനുകൂലികളുമാണ് പാകിസ്ഥാൻ ജനത. ട്രംപിന്റെ വാക്കുകേട്ട് ഇസ്രായേലിനെ അംഗീകരിച്ചാൽ അവിടുത്തെ ജനം പാക് ഭരണകൂടത്തെ പിന്നെ ബാക്കി വെക്കില്ല. വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകും. ഷെരീഫ് ഭരണകൂടം ഇതോടെ പൊളിഞ്ഞടുങ്ങും. ജനങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ സൈനിക മേധാവി അസീം മുനീറിനെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സാക്ഷാൽ ഖ്വാജ ആസിഫിനെയും ഒക്കെ ജനം മൊട്ടയടിച്ച് പുള്ളിയുത്തി കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തും. ഈ ഗതികേട് വരാതിരിക്കാൻ ജനങ്ങളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി മാത്രമാണ് മന്ത്രി ഇപ്പോൾ തിടുക്കത്തിൽ മീഡിയയിൽ വന്ന് ഈ വലിയ ഡയലോഗൊക്കെ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ഒരു മുൻകൂർ ജാമ്യം കൂടി അദ്ദേഹം എടുക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻപായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 6 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ എബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശം. സൗദി അറേബ്യയും ഖത്തറും ആദ്യം ഒപ്പുവെക്കണമെന്നും ബാക്കിയുള്ളവർ അവരുടെ പിന്നാലെ വരണമെന്നുമാണ് ട്രംപിന്റെ തിട്ടൂരം. ഈ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് യുദ്ധകാലത്ത് പോലും വലിയ സാമ്പത്തിക കുതിപ്പാണ് ലഭിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ ശരിക്കും പെട്ടുപോയിരിക്കുന്നത്. അമേരിക്കയെ പിണക്കുക എന്നത് പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. IMF വായ്പയ്ക്കും അമേരിക്കൻ ഫണ്ടിനുമായി പിച്ചച്ചട്ടിയും എടുത്ത് നടക്കുന്ന പാകിസ്ഥാന് ലോക പോലീസായ അമേരിക്കയോട് നോ പറയാൻ യാതൊരു സാമ്പത്തിക ശേഷിയുമില്ല. എന്നാൽ അമേരിക്ക പറയുന്നത് കേട്ടാൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾ ചിലപ്പോൾ അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ട് വരില്ല. പുറത്ത് ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്ന് ഗീർവാണം മുഴക്കുമ്പോഴും ഉള്ളിൽ ട്രംപിന്റെ ഭീഷണിയിൽ വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ നേതൃത്വം. ചുരുക്കത്തിൽ ട്രംപ് വിരിച്ച വലയിൽ പാകിസ്ഥാൻ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥ. അമേരിക്കയെ അനുസരിച്ചാൽ നാട്ടിൽ ജനകീയ കലാപം, അനുസരിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവും പട്ടിണിയുമായിരിക്കും ഫലം. ഇരുതല മൂർച്ചയുള്ള ഒരു വാളിന് മുന്നിൽ പാകിസ്ഥാൻ ഇനി ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്.